ഇന്ന് നമ്മുടെ മൂന്നാറിലെ പ്രശസ്തനായ കാട്ടാന പടയപ്പ അയാളുടെ യാത്രാ പരിപാടി വന്നിട്ടുണ്ട്. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് കാട്ടാന ഇപ്പോൾ തങ്ങുന്നത്. കാട്ടാനക്കൂട്ടവും ഒപ്പം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും എല്ലാ ദിവസവും ഇത് വരുന്നുണ്ട്. രാഹുൽ വിജയൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് പടയപ്പയുടെ യാത്രാ പരിപാടി എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്താലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പറയൂ രാഹുൽ വിജയൻ, ഇത് എത്ര എണ്ണം ഉണ്ട് എല്ലാം കൂടി? പോകുന്ന പോക്ക് കണ്ടില്ലേ? സ്ഥലമൊക്കെ നല്ല പരിചയമാണ്. കാര്യം ഇതിലേ നടന്ന് എത്രയോ തവണ പോയിരിക്കുന്നു ഈ പടയപ്പ. പറയൂ രാഹുൽ വിജയൻ. ഈ കാട്ടാന പടയപ്പ മതപ്പാടിലായതുകൊണ്ട് തന്നെ കാട്ടാന കൂട്ടത്തോടൊപ്പമാണ്. 3 കാട്ടാനകൾക്കൊപ്പമാണ് പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉള്ളത്. ചൊക്കനാട് എസ്റ്റേറ്റിലാണ് ഇപ്പോൾ കാട്ടാന ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇന്നലെ അത് ദേവികുളത്തെ ദേശീയപാതയിലെ ടോൾ ഗേറ്റിന് സമീപം വരെ എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയ അക്രമകാരിയായിട്ടില്ല മതപ്പാടിലാണെങ്കിലും പടയപ്പ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറൊന്നും കൊണ്ടല്ല, മൂന്നാറിലെ RRT അത്ര കണ്ട് പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയമാണ്. അവർക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും അവർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ RRTയുടെ പ്രത്യേക സംഘം, പെട്ടിമുടി RRTയും അതുപോലെ തന്നെ ദേവികുളം RRTയും കൃത്യമായി തന്നെ പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ട്. അതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ആളുകൾക്കടുത്തേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളൊക്കെ വനം വകുപ്പ് സ്വീകരിക്കുന്നുമുണ്ട്. എങ്കിലും ആളുകൾ ഒരു കരുതൽ സ്വീകരിക്കുക, ആനയുടെ അടുത്തേക്ക് കൂടുതൽ പോകാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ദേശീയപാതയോരത്തൊക്കെ ഈ കാട്ടാനയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒത്തിരി അടുത്തേക്ക് പോകാതെ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് വനം വകുപ്പിന്റെ നിർദ്ദേശവും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.